കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബം എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. വലിയ സഹനങ്ങളുടെ വഴിയിലൂടെ പോകുന്ന കുടുംബം. ഒരുപക്ഷേ ഒത്തിരിയേറെ തകർന്ന് തരിപ്പണമായി പോയെന്ന് നമ്മൾ പറയാവുന്ന തരത്തിലുള്ള കുടുംബം. ആ കുടുംബത്തില്ലാത്ത തകർച്ചകളൊന്നുമില്ല. മകൻ വളരെ വയലൻ്റാണ്, അപ്പനും അമ്മയിൽ നിന്നൊക്കെ അകന്ന് ജീവിക്കുന്നു. പഠിച്ചു തീർത്തുവെങ്കിലും ജോലിയൊന്നുമില്ല, കൂട്ടുകാരുടെ കൂടെ മദ്യപിച്ചും തെറ്റായ ബന്ധങ്ങളും ജഡിക പാപങ്ങളിലൊക്കെ ഏർപ്പെട്ടും. അപ്പം അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ മദ്യപിച്ചും ഡ്രഗ്സ് എടുത്തും ഒക്കെ കഴിയുന്നൊരു മകന്. മകളാണെങ്കിൽ അതും അതിൻ്റെ വഴിയിലൂടെ പോകുന്നു. അവിഹിതമായ ചില ബന്ധങ്ങൾ. അതുപോലെ തന്നെ മാതാപിതാക്കളോട് വളരെ മോശമായിട്ട് പെരുമാറുന്നു. വിശ്വാസമൊന്നും എനിക്കില്ല, പ്രാർത്ഥനയില്ല എന്നെല്ലാം പറയുന്നു. അപ്പനാണെങ്കിൽ അപ്പനും അതുപോലെ തന്നെ. അപ്പൻ മദ്യപാനമുണ്ട്, കുടുംബത്തിൽ വലിയ പ്രശ്നം, കടബാധ്യത ഒരു ഭാഗത്ത്, രോഗങ്ങൾ ബാധിച്ചിട്ടുണ്ട്. ഭാര്യയ്ക്കാണെങ്കിൽ എനിക്കൊന്ന് ക്യാൻസർ പോലത്തെ രോഗം പിടിപെട്ട് അതിൻ്റെ ക്ലേശങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ അപ്പനും അമ്മയും 2 മക്കളും ഒരുപക്ഷെ പറയുകയാണെങ്കിൽ എല്ലാവിധത്തിൽ തകർന്നു. ഒരു കുടുംബം പ്രാർത്ഥനയില്ല, ബൈബിള് വായന തന്നെ കഷ്ടിച്ച്. ചിലപ്പോഴൊക്കെ അമ്മ പ്രാർത്ഥിക്കും, അപ്പന് താല്പര്യമൊന്നുമില്ല, വല്ലവരെയും കാണിക്കാൻ വേണ്ടി മാത്രം പള്ളിയിൽ പോകും, വേറെ ഒരു വഴിയില്ല, ഒരു താല്പര്യമൊന്നുമില്ല. ആകെ ദേഷ്യം. 4 പേരും കൂടെ ഒരുമിച്ച് കൂടിയാൽ കുടുംബത്തിൽ ഭയങ്കര കലഹമാണ്, തെറിവിളിയാണ്, ശാപവാക്കാണ്. അപ്പൻ അമ്മയെ അമ്മയുടെ വീട്ടുകാരൻ കുറ്റം പറയും, അമ്മ അപ്പനെ അപ്പൻ്റെ ചരിത്രം മുഴുവൻ പറയും. അങ്ങനെ ഒരുപാട് ബന്ധനത്തിൽ കഴിയുന്ന കുടുംബം. ഈ കുടുംബം ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു. അവർ വന്നത് ശരിക്കും അമ്മയ്ക്ക് രോഗശാന്തി കിട്ടാൻ. ആരോ പറഞ്ഞു കൊടുത്തു, അണക്കരയിൽ പോയി അച്ഛൻ്റെ അടുത്ത് പോയി പ്രാർത്ഥന മേടിച്ചാൽ മതി, അമ്മയ്ക്ക് രോഗശാന്തി കിട്ടും. അപ്പം അങ്ങനെ ഏതായാലും അവരോട് എത്തി. ഞാൻ ഇവരോട് മുഴുവൻ പറഞ്ഞു, നിങ്ങൾ പോയി കൗൺസിലിംഗ് നടത്തുക, കുമ്പസാരിക്കുക, അതിനുശേഷം പ്രാർത്ഥിക്കണം. ഡെലിവറൻസ് പ്രയറിന് 3 തലങ്ങളുണ്ട്. ആ 3 തലങ്ങളും കൃത്യമായിട്ട് പാലിക്കണം. ഒന്നൊരു ഒരുക്കമാണ്, ആദ്യത്തെ ഒരുക്കമാണ്. കൗൺസിലിംഗ് എന്ന് വെച്ചാൽ ഒരു ഡെലിവറൻസിന് വേണ്ടിയുള്ള ഒരുക്ക പ്രാർത്ഥനയുടെ സമയം, ഒരുക്ക ശുശ്രൂഷയാണ്. ആ ഒരുക്കം കഴിയുമ്പോൾ നടക്കേണ്ടത് അനുതാപമാണ്. അനുതാപത്തിൻ്റെ പരിണിതഫലമായി അതിന് 2ാമത്തെ സ്റ്റെപ്പാണ് കുമ്പസാരമെന്ന കൂദാശയുടെ സംഭവം. 3ാമത്തെ സ്റ്റെപ്പാണ് സഭയുടെ ശ്ലൈകിക അധികാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ഈ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന അച്ഛൻ നടത്തുന്നത്. അപ്പം അതങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ ഫലം ഉണ്ടാകുള്ളൂ, കൃപ പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ കൗൺസിലിങ്ങിൽ അത്യാവശ്യം ഒരു ഒരുങ്ങി, അതിനുശേഷം പോയി കൗൺസിലിംഗ് നടത്തിയ ആൾ ശരിക്കും അവരെ നല്ലൊരു അനുതാപത്തിൽ കുമ്പസാരക്കൂട്ടിലേക്ക് നയിച്ചു. കുമ്പസാരമെന്ന് കൂദാശ സ്വീകരിക്കാനായിട്ട് അവർ ഒരുക്കി. നല്ല അനുതാപം ഉണ്ടായി. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളെ ഓർത്ത് അനുദപിച്ചു. നമുക്കറിയാം, തിരുവചനം പറയും, പ്രഭാഷകൻ 18:24-25, പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും, ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കുവാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. കർത്താവിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുകയും അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യും. അത്യുന്നതത്തിലേക്ക് തിരിയുകയും അകൃത്യങ്ങൾ ഉപേക്ഷിക്കുകയും മ്ലേച്ഛതകളെ കഠിനമായി വെറുക്കുകയും ചെയ്യും. അപ്പോൾ ആ കുടുംബം ആ വചനം അതേപടി പാലിച്ചുകൊണ്ട് അപ്പനും അമ്മയും മക്കളും അനുദപിച്ചു, നന്നായിട്ട് കുമ്പസാരിച്ചു. അവർക്ക് ജീവിതം കരകയറണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. ഒരുപക്ഷെ അവരുടെ ചരിത്രം, അവർ കൗൺസിലിങ്ങിൻ്റെ കാര്യങ്ങളും പിന്നീട് എല്ലാം എൻ്റെ അടുത്ത് വരുമ്പോൾ കാണാം, ഇവർ അന്ധവിശ്വാസങ്ങളുടെ വഴിയിൽ പോയിട്ടുണ്ട്. മന്ത്രവാദികളെ, സാത്താനെ ആരാധിക്കുന്ന ആളുകളുടെ അടുക്കളൊക്കെ പോയിട്ടുണ്ട്. ഈ യുവാക്കൾ, ഈ മോനെ മോള് എല്ലാം തന്നെയും ഈ അന്ധവിശ്വാസം, സാത്താൻ്റെ ആരാധനയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെടുന്ന സംഭവങ്ങളിൽ നേരിട്ടും പരോക്ഷമായിട്ടൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. വിശ്വാസത്യാഗം തന്നെ മകനിലൊക്കെ, ദൈവവിശ്വാസം, പള്ളിപ്പൊക്കൊന്നുമില്ല, കുമ്പസാരമൊന്നുമില്ല. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ തകർച്ചകൾ കൂടുക. ദൈവത്തിന് അകന്നു പോകുന്തോറും അപകടങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. ധൂർത്തപുത്രൻ പിതാവിൻ്റെ ഭവനത്തിൽ ഇറങ്ങിപ്പോകുമ്പോൾ ആദ്യം ഒരു സുഖമുണ്ടെങ്കിലും പിന്നീട് അത്ര സുഖമല്ല ജീവിതം. ആദ്യം കുറേ പണം കൊണ്ടുള്ള കുറേ ജീവിതവും ആഘോഷവും ഭക്ഷണവും ആർഭാടവും പാർട്ടികളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും പിന്നീട്
ഇതെല്ലാം തീർന്നു പോകുന്നതും ആ സന്തോഷം മുഴുവൻ അസ്തമിക്കുന്നതും വലിയ ദുഃഖത്തിലേക്കും നിരാശയിലേക്കും പോകുന്നതായിട്ട് തിരുവചനം പറയുന്നുണ്ട്. അതാണ് ലൂക്കാസ് സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന 15-ാമത്തെ അധ്യായത്തിൽ 11 മുതൽ 24 വരെയുള്ള തിരുവചനത്തിൽ, അത് 23, 24 വചനം പറയുന്നുണ്ട്. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ, നമുക്ക് ഭക്ഷിച്ചാഹ്ലാദിക്കാം. എൻ്റെ മകൻ മൃതനായിരുന്നു, അവനിതായി വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവൻ ആഹ്ലാദിക്കാൻ തുടങ്ങി. അവൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിക്കുന്നു. മരിച്ചവെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അകന്നു കഴിയുന്ന ഏതോ ഒരു ജീവിതവും മരിച്ച ജീവിതങ്ങൾക്ക് തുല്യമാണ്. ശവക്കല്ലറകൾക്ക് തുല്യമാണത്. ജീവിതം തീർന്നതാണത്. പക്ഷേ ഈശോയിലേക്ക് തിരിച്ചു വരുമ്പോൾ അവർ ജീവിതം കിട്ടുക, ആത്മരക്ഷയുണ്ടാകുക, അതിൻ്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരവുണ്ടാകുക. അപ്പോൾ അവർ കൗൺസിലിങ്ങിന് ശേഷം നല്ല കുമ്പസാരം, ഇവിടെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരുന്ന് കുമ്പസാരിപ്പിക്കുന്ന വൈദികരുണ്ട്. ആ വൈദികരടുത്ത് പോയി അവരനുദപിച്ചു, കണ്ണുനീര് ഒഴുക്കി ശരിക്കും കുമ്പസാരിച്ചു. അപ്പനും അമ്മയും മക്കളും. അവസാനം എൻ്റെ അടുത്ത് വരുമ്പോൾ ഈ അമ്മ പറയുന്നൊരു വാക്കുണ്ട്, അച്ചോ എനിക്ക് സന്തോഷമായി അച്ചോ. ഞാൻ പറയുന്ന സന്തോഷം? പ്രാർത്ഥിച്ചൊന്നുമില്ല അച്ഛൻ, പ്രാർത്ഥിച്ചില്ല, ഡെലിവറൻസ് പറയാനും അല്ലച്ചോ. എൻ്റെ ഭർത്താവും മക്കളും കുമ്പസാരിച്ചില്ലേ, അത് മതി. അവരനുദപിച്ചല്ലോ, അവർ ദൈവത്തേക്ക് തിരിച്ചു, അത് മതി അച്ചോ. ഞാനൊന്നും പറഞ്ഞില്ല. നേരെ ഇവിടെ തലയിൽ കൈകൾ വെച്ച് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അപ്പന് വേണ്ടി പ്രാർത്ഥിച്ചു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ പൈശാചിക ബന്ധനങ്ങൾ ഒരു ശക്തിയോടെ ഇവരുടെ ദേഹത്തു നിന്നും വിട്ടുപോകുന്നത് വളരെ വ്യക്തമായിട്ട് ഞാൻ കണ്ടു. അപ്പനിൽ നിന്നും മക്കളിൽ നിന്നും അമ്മയിൽ നിന്നും എല്ലാം വിട്ടുപോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇനി കൂടെ വരണം, ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരണം, ഇത് നിലനിൽക്കണം, വചനത്തിൽ നിൽക്കണം. കർത്താവ് കരുണ കാണിക്കുന്നു. അപ്പോഴല്ല എൻ്റെ ഹൃദയത്തിൽ ഈ വചനമുണ്ട്. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. അനുദപിച്ചു, വളരെയധികം അനുദപിച്ചൊരു കുടുംബം. അപ്പോൾ ആ ഡെലിവറൻസ് പ്രയർ കൊടുക്കുമ്പോൾ അറിയാം ആ ബന്ധനങ്ങൾ, രോഗങ്ങൾ ആ വീടിനെ വിട്ടുപോകുന്നു. പിന്നെ ഇവിടെ കുറച്ച് നാളുകൾക്ക് ശേഷം എൻ്റെ അടുത്ത് വീണ്ടും വരുന്നുണ്ട്. വരുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം എത്ര നന്ദി പറഞ്ഞാലും മതി വരാത്ത അനുഭവമാണ്. അവർ പറയുന്നുണ്ട്, അച്ചോ ഇവിടുന്ന് പ്രാർത്ഥിച്ച് പോയി കഴിഞ്ഞ് ഞങ്ങൾ ആസ്പത്രിയിൽ പോയി, അമ്മയുമായിട്ട് പോയി ചികിത്സയ്ക്ക് ചെന്നപ്പോൾ അമ്മയ്ക്ക് ക്യാൻസർ ഇല്ല. അമ്മയുടെ ക്യാൻസർ രോഗം പരിപൂർണമായും അപ്രത്യക്ഷമായി. ഡോക്ടർ പറഞ്ഞു വിശ്വസിക്കാൻ പറ്റുന്നില്ല. വലിയ ഹീലിംഗ് നടന്നു, ബന്ധനം ഒഴിഞ്ഞു, അതിൽ സമാധാനം വെച്ചു, രക്ഷപ്പെട്ടു. കുടുംബത്തിൽ പ്രാർത്ഥനയുണ്ട്. ഇപ്പോൾ ഭർത്താവ് കുടിക്കുന്നില്ല. മകൻ വൈകുന്നേരം വീട്ടിൽ വരുന്നുണ്ട്. മകളും അമ്മ പറയുന്നത് കേൾക്കാൻ തുടങ്ങി. ജീവിതം വീണ്ടും ഒരു കൗൺസിലിംഗ് ഇവിടെ നടത്തി. എനിക്ക് തോന്നുന്നു 2-3 പ്രാവശ്യം അവർ കുമ്പസാരിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി വന്ന് ഡെലിവറൻസ് പ്രയർ പിന്നീടും മേടിച്ചു. ഇപ്പോഴെനിക്ക് വളരെ അടുത്തറിയാം ആ കുടുംബം ഇന്ന് വലിയൊരു സമാധാനത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ ഭവനമായിട്ട് മാറി.